മികച്ച ആനിമിയുടെ പട്ടികയിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനം തന്നെയുള്ള ആനിമിയാണ് വൺ പീസ്. 1999 മുതൽ ഇതിൻ്റെ ആനിമേഷൻ പരമ്പര സംപ്രേഷണം ചെയ്യുന്നു. മങ്കി ഡി ലൂഫി എന്ന ചെറുപ്പക്കാരനാണ് ഈ കഥയിലെ കഥാപാത്രം. കടൽക്കൊള്ളക്കാരന് അതിയായ ആഗ്രഹമുള്ള ഇദ്ദേഹം ഗമഗമനോമി എന്നൊരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചതിലൂടെ ശരീരത്തിൽ റബ്ബർ പോലെ വലിച്ചു നീട്ടാൻ കഴിയുന്നൊരു ശക്തി ലഭിക്കുന്നു. വൺ പീസ് ലോകത്തിലെ ഒരു പ്രത്യേകതരം നിധിയാണ് ഡെവിൾ ഫ്രൂട്ട്സ്. ഈ ഫലങ്ങൾ കഴിക്കുന്നവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അത്ഭുത ശക്തികൾ ലഭിക്കുന്നു. എന്നാൽ ഇതിനൊരു ദോഷമുണ്ട്. ഈ ഫലം കഴിക്കുന്നവർക്ക് കടലിൽ നീന്താനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെടും. ലൂഫിക്ക് തൻ്റെ ശരീരഭാഗങ്ങൾ എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാനും വളയ്ക്കാനും സാധിക്കുന്നു. ഇത് ശത്രുക്കളെ ആക്രമിക്കാനും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താനും വസ്തുക്കളെ പിടിക്കാനും സഹായിക്കുന്നു. റബ്ബർ ആയതിനാൽ വെടിയുണ്ടകൾ, വെട്ടുകൾ അല്ലെങ്കിൽ മറ്റു ശക്തിയേറിയ ആക്രമണങ്ങൾ എന്നിവ ലൂഫിയുടെ ശരീരത്തിൽ ഏൽക്കില്ല. ഒരു റബ്ബർ പന്ത് പോലെ ആക്രമണങ്ങളെ ഇത് തിരിച്ചയക്കുന്നു. റബ്ബർ വൈദ്യുതിയുടെ ഒരു മോശം ചാലകമായതുകൊണ്ട് വൈദ്യുതി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെ ലൂഫിക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു. ലൂഫി ഈ ശക്തി ഉപയോഗിച്ച് ഗിയർ എന്നറിയപ്പെടുന്ന വിവിധ പോരാട്ട രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഗിയർ 2, ഗിയർ 3, ഗിയർ 4, ഏറ്റവും പുതിയ ഗിയർ 5 എന്നൊരു ഗിയറുണ്ട്. ഈ ഓരോ രൂപത്തിലും ലൂഫിയുടെ ശക്തിയും വേഗതയും അതിരില്ലാത്ത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഗിയർ 5 ആണ് കൈഡോയുമായി ലൂഫി ഏറ്റുമുട്ടാൻ ഉപയോഗിച്ചത്. അപ്പോഴാണ് ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് അവേക്കൺ ആയത്. ഗമുഗമു നോമി എന്നത് റബ്ബർ ഫലം എന്നർത്ഥം വരുന്ന ജാപ്പനീസ് വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പിന്നീട് സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾക്ക് സമാനമായ ഒരു പ്രത്യേക ശക്തിയായി മാറുകയും വൺ പീസ് പരമ്പരയുടെ കഥ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ലൂഫിയുടെ സ്വപ്നം കടൽ കൊള്ളക്കാരനായ രാജാവാകുക എന്നതാണ്. ഇതിനുവേണ്ടി അദ്ദേഹം വൺ പീസ് എന്ന പേരുള്ള നിധി കണ്ടെത്താൻ ശ്രമിക്കുന്നു. മുൻ കടൽ കൊള്ളക്കാരനായ രാജാവായ ഗോൾഡ് ഡി റോജർ ലോകം കീഴടക്കി ഒളിപ്പിച്ച ഈ നിധി കണ്ടെത്താൻ ലോകത്തിലെ എല്ലാ കടൽ കൊള്ളക്കാരും ശ്രമിക്കുന്നു. ലൂഫി തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരു കൂട്ടം സുഹൃത്തുക്കളെ ചേർത്ത് സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് എന്നൊരു സംഘം രൂപീകരിക്കുന്നു. ഈ സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരുടേതായ പ്രത്യേക കഴിവുണ്ട്. ലൂഫിയുടെ ഗ്രാൻഡ് ഫാദറാണ് മറൈനിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായ വൈസ് അഡ്മിറൽ ദ മറൈൻ ഹീറോ ഗാർപ്പ്. ദ പൈററ്റ് കിങ് ഗോൾഡ് ഡി റോജറിൻ്റെ റൈവലായിരുന്നു മങ്കി ഡി ഗാർപ്പ്. മങ്കി ഡി ഫാമിലിയിലെ ഒരു ലൂഫിയുടെ അച്ഛനാണ് മങ്കി ഡി ഡ്രാഗൺ. ഒരു റവല്യൂഷണറി ആർമിയുടെ ലീഡറാണ് മങ്കി ഡി ഡ്രാഗൺ. ലൂഫിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. ഒന്ന് സാബോവും ഏസും. ഏസ് മറൈൻ അഡ്മിറലായ അക്കൈനോയുടെ കൈയാൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം എയ്സിൻ്റെ ഡെവിൾ ഫ്രൂട്ട് ഇപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത് ലൂഫിയുടെ അടുത്ത ബ്രദറായ സാബോ ആണ്. റവല്യൂഷൻ ആർമിയുടെ സെക്കൻഡ് കമാൻഡറാണ് സാബോ. കടലിലെ ഒരു എംബറർ കൂടിയാണ് ഇപ്പോൾ ലൂഫിയുടെ കയ്യിലുള്ളത് ഒരു ലെജൻഡറി ഡെവിൾ ഫ്രൂട്ടാണ് ഗമുഗമു നോമി. സൺ ഗോഡ് മോഡൽ നിക്കയാണ്. വൺ പീസിലെ എല്ലാവരും പേടിക്കുന്ന ഒരു ഡെവിൾ ഫ്രൂട്ടാണ് ഗമുഗമു നോമി. ഷാങ്സിൻ്റെ കയ്യിൽ നിന്നാണ് അബദ്ധവച്ചാലാണ് ലൂഫി ഗമുഗമു നോമി കഴിക്കുന്നത്. അതിനുശേഷമാണ് ലൂഫിക്ക് റബ്ബൽ പോലെ കൈകളും കാലുകളും വലിച്ചു നീട്ടാനും സാധിക്കുന്നത്. പക്ഷേ ഒരേ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ ഡെവിൾ ഫ്രൂട്ട്സ് തിന്നുന്നവർക്കും കടലിൽ നീന്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ ലൂഫിക്കും കടലിൽ നീന്താൻ സാധിക്കുകയില്ല. ഡെവിൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മേജർ വീക്ക്നെസ് ആണ് കടൽ. ലൂഫിയുടെ കറൻറ്റ് ബൗണ്ടി എന്ന് പറയുന്നത് 3 ബില്യൺ ആണ്. സോറോ ലോകത്തിലെ ഏറ്റവും മികച്ച വാൾ പണിക്കാരനാണ് സോറോ. മീഹോക്കിനെ തോൽപ്പിച്ചാലാണ് സോറോയ്ക്ക് നമ്പർ 1 സ്പോർട്സ്മാൻ ആകാൻ പറ്റുകയുള്ളൂ. ലോകത്തിലെ മുഴുവൻ മാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നാമി. ധീരനായ കടൽക്കൊള്ളക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഉസോപ്പ്. ഓൾ ബ്ലൂ എന്ന ഒരു പ്രത്യേക കടൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതാണ് ഒരു കുക്കാണ് സാഞ്ചി. ടോണി ചോപ്പർ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. നിക്കോ റോബിൻ ലോകത്തിൻ്റെ യഥാർത്ഥ ചരിത്രം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. നിക്കോ റോബിന് പോഡോഗ്ലിഫ് വായിക്കാനുള്ള കഴിവുണ്ട്. ഫ്രാങ്കി ലോകം ചുറ്റാൻ കഴിയുന്ന ഒരു കപ്പൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രൂക്ക് ലബുൽ എന്ന തിമിംഗലത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ജിംബെ ഫിഷ്മാൻ ദ്വീപും മനുഷ്യരും തമ്മിലുള്ള സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്രാൻഡ് ലൈൻ എന്നറിയപ്പെടുന്ന അപകടകരമായ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് നിരവധി ദ്വീപുകളിലും സ്ഥലങ്ങളിലും എത്തുന്നു. ഓരോ സ്ഥലത്തും അവർക്ക് പുതിയ വെല്ലുവിളികളും ശക്തരായ എതിരാളികളെയും നേരിടേണ്ടി വരുന്നു. വേൾഡ് ഗവൺമെൻറ്, മറൈൻ ഫോഴ്സ്, മറ്റ് കടൽക്കൊള്ളക്കാർ എന്നിവരുമായി അവർ പലപ്പോഴും ഏറ്റുമുട്ടുന്നു. സാഹസികത, സൗഹൃദം, സ്വാതന്ത്ര്യം, നീതി, സ്വപ്നങ്ങൾ എന്നിവയാണ് ഈ പരമ്പരയിലെ പ്രധാന വിഷയങ്ങൾ. ഒപ്പം ലോകത്തിലെ രാഷ്ട്രീയവും ചരിത്രവും ഉൾപ്പെടെയുള്ള സങ്കീർണമായ കഥാഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൺ പീസ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെ ആകർഷിക്കുകയും ആനിമേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. വേൾഡിലെ
IMDb റേറ്റിംഗിൽ 200 എപ്പിസോഡിന് മുകളിൽ 9 മേലെ കിട്ടിയ ഒരേ ഒരു ഷോ ആണ് വൺ പീസ്. ഇപ്പോഴും വൺ പീസിൻ്റെ വിജയയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. Angel for me, sharp. Angel for me.